ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. മൈ നെയിം ഇസ് ധ്രുപദ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ലോങ് വീഡിയോ ഇടാൻ പോവുകയാണ്. ഇന്ന് ഞാനൊരു ഒരു ഓറിയോ ഷേക്ക് അടിക്കാൻ പോകുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു പാക്കറ്റ് ഓറിയോ മൊത്തം വേണം. അതിൻ്റെ ക്രീമെല്ലാം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓറിയോ മൊത്തം നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിത് മൂടണം. പിന്നെ നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളൊരു സൈഡിലേക്ക് മാറ്റും. പിന്നെ നമുക്ക് ആക്കുന്നത് വിപ്ഡ് ക്രീമാണ്. അപ്പോൾ നമുക്ക് അതിന് ഈ ഒരു ഇതാവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്രീമെല്ലാം എടുക്കണം. അപ്പോൾ നമ്മളങ്ങനെ ക്രീം ഒഴിക്കാൻ ആക്കിയിട്ടുണ്ട്. അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാണ്. ക്രീം ഒഴിക്കുന്ന വലിയ ടാസ്ക്കാണ് ഗൈസ്. പിന്നെ ഇത് നമ്മൾ വേറെ തന്നെ മാറ്റി വെക്കണം. പിന്നെ നമ്മൾ ഈ ഒരു ക്രീമിനെ കൊണ്ട് നമ്മൾ വിപ്ഡ് ക്രീം ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് പണിയാണ് വിപ്ഡ് ക്രീം ഉണ്ടാക്കുന്നതിൽ. ഉണ്ടാക്കണം. വിപ്ഡ് ക്രീം ഉണ്ടാക്കാം. നമ്മളിനി വിപ്ഡ് ക്രീം ഉണ്ടാക്കാൻ തുടങ്ങണം. കുറച്ച് മുടി വേണം. നമ്മളൊരു മതി. അപ്പോൾ ഇത്ര പാല് നമുക്ക് വേണം. ഇനി ഈ ഒരു ക്രീം ഇടാനുണ്ട്. ഇനി നമുക്ക് ക്രീം ഇടാം. അപ്പോൾ അങ്ങനെ നമ്മൾ വിപ്ഡ് ക്രീം തട്ടാൻ പോവാണ്. നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഫോൾട്ട് ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വിപ്ഡ് ക്രീം ഉണ്ടാക്കുമ്പോൾ ക്രീം മാത്രം ഇടുക. ക്രീം മാത്രം ഇട്ടിട്ട് നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുക. കാരണം അതിൻ്റെ ഇപ്പം മൊത്തം ഇടുകയായിരുന്നു. അപ്പോൾ പാലിട്ട് വയ്ക്കരുത്, നല്ലോണം ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ 2 പാക്കറ്റ് ശരിക്കും പോരാ. നമ്മൾ 2 പാക്കറ്റ് നമ്മൾ വാങ്ങിച്ചിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 2 പാക്കറ്റ് എടുത്തത്. അപ്പോൾ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഇതാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്ത ക്രീം എന്ന് പറയുന്നത്. പിന്നെ നമുക്കിത് അയക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ടപ്പാലും കുറച്ച് പാലും ഒഴിച്ച്, കുറച്ച് പാലുണ്ട് അതിനി ഒഴിക്കണം. അപ്പോൾ ഇതിലാവാത്തതുകൊണ്ട് നമ്മൾ ഇതിൽ ട്രൈ ചെയ്യാം. ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷേക്കിൻ്റെ അവസ്ഥ. അപ്പം നമുക്ക് 2-3 ഇത് നമ്മളെ ക്രീം കളഞ്ഞ 2-3 ബിസ്ക്കറ്റ്സ് അതിലിടണം. 5-6 ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊന്നും കൂടി ബ്ലെൻഡ് ചെയ്യാം.
പിന്നെ നമുക്ക് ഈ ഒരു പാലും കൂടി ഇതിൽ ഒഴിച്ചോണം. നമുക്ക് ഇപ്പോൾ നമ്മളിതിൽ 3 സ്പൂണ് ഷുഗറാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ ക്രീമിൻ്റെ ഷുഗറും കൂടി അടങ്ങുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ആയ പാല് നമ്മളെ ബിസ്ക്കറ്റിൻ്റെ കയ്യിൽ ഇട്ടടിച്ചതുകൊണ്ട് നമുക്ക് അധികം 3 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഈ മധുരം ഉണ്ടോ നമുക്ക് അടിച്ചിട്ടുള്ളത്. ഓരോരോ ആൾക്കാരുടെ ഷുഗർ ലെവൽ അനുസരിച്ചിട്ട് നിങ്ങൾ ഷുഗർ ഇടുക. പിന്നെ നമുക്കൊന്നും കൂടി ബ്ലെൻഡ് ചെയ്യാം. ഇപ്പോൾ ഫൈനലി നമ്മൾ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷേക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫില്ലിങ്സ് ഒന്നും ചേർക്കില്ല. ഫസ്റ്റ് നമ്മൾ ഷേക്ക് പകുതി ഒഴിക്കണം. അപ്പോൾ ഫസ്റ്റ് ഷേക്ക് എടുക്കുക. ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കണം. ഇത്ര ഒഴിച്ചാൽ മതി. ഇത്ര ഒഴിച്ചിട്ട് നമുക്കിനി ഫില്ലിങ്സ് ചെയ്യണ്ടേ. പിന്നെ ഫില്ലിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത ആ ഒരു ഇതാണ് മിക്സറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു മിക്സർ നമ്മൾ എടുത്തിട്ട് ഇത് തട്ടണം. ഓക്കെ, മിക്സർ തട്ടണം. ഓക്കെ ഓക്കെ, അപ്പോൾ ഒരു ലെവലിലായിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്ക് ഇന്നാലും ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒന്നും കൂടി ഷേക്ക് ഒഴിക്കണം. എടുത്തിട്ടുണ്ട്. പൊയിച്ചപ്പോൾ നമ്മൾ ഫില്ലിങ്സ് കുറച്ച് പോയിട്ടുണ്ട്. അപ്പം കുറച്ച് കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് അപ്പോൾ അങ്ങനെ നമ്മൾ അത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തു. പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ വെറുതെ അവിടെ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ മുകളിൽ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കണം. വേണം. അപ്പം അങ്ങനെ നമ്മൾ ഫില്ലിങ്സ് ഇട്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബിസ്ക്കറ്റ് ഇങ്ങനെ തുറന്ന് നോക്കണം. തുറന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു വീഡിയോ കാണും. അപ്പോൾ എല്ലാവരും ബൈ ബൈ.